ഹായ് ഡിയർ ഫ്രണ്ട്സ്, 10ാം തരം പ്രാഥമിക പരീക്ഷ ലക്ഷ്യം വെച്ച് നമ്മുടെ സ്മാർട്ട് റിവിഷൻ പ്ലാൻ അവസാന ഘട്ടത്തിലേക്ക് അടുക്കുകയാണ്. പരീക്ഷയും എത്തി. ജൂലൈ 18 ശനിയാഴ്ചയാണ് 1ഉം 2ഉം ഘട്ടക്കാർ പരീക്ഷാ ഹാളിലേക്ക് എത്തുക. ആദ്യ ഘട്ടക്കാർക്ക് രാവിലെയും 2ാം ഘട്ടക്കാർക്ക് ഉച്ചയ്ക്കുമായിട്ടായിരിക്കും പരീക്ഷ. പരീക്ഷയുടെ അവസാന ഘട്ട റിവിഷനിൽ നമുക്കിനി ഒരു പോർഷൻ കൂടിയാണ് പെൻഡിങ് ഉള്ളത്. അതാണ് കേരള നവോത്ഥാനം. കേരള നവോത്ഥാനത്തിൽ സിലബസില് കേരളത്തിൽ ഉണ്ടായ ചരിത്ര സംഭവങ്ങൾ, അതിനേക്കാൾ ഉപരി പേര് പറഞ്ഞ കുറച്ച് നവോത്ഥാന നായകന്മാരെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ശ്രീനാരായണ ഗുരു, വൈകുണ്ഠസ്വാമികൾ, പൊയ്കയിൽ യോഹന്നാൻ, അയ്യങ്കാളി, അങ്ങനെ കുറെ നേതാക്കന്മാരെ കുറിച്ച്, അവരെ കുറിച്ചൊക്കെയുള്ള ചോദ്യങ്ങളായിരിക്കും കേരള നവോത്ഥാനത്തിൽ നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കേണ്ടത്. അപ്പോൾ സിലബസ് അടിസ്ഥാനപ്പെടുത്തി നമ്മുടെ അവസാന ഘട്ട റിവിഷൻ. നമ്മളെ റിവിഷനിൽ ഓരോ ഘട്ടമായിട്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ, ഭരണഘടന, ഭൂമിശാസ്ത്രം, അതിനുശേഷം കേരള ഭൂമിശാസ്ത്രം, പിന്നെ സയൻസിലെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, പൊതുജനാരോഗ്യം, കണക്കിലെ വ്യത്യസ്തമായ 100 ചോദ്യങ്ങൾ. ഇവയെല്ലാം റിവിഷൻ വീഡിയോ ചെയ്തു. ആനുകാലികം 2026 ചെയ്തു. ഇനിയിപ്പോ കേരള നവോത്ഥാനം കൂടിയാകുമ്പോൾ നമ്മുടെ റിവിഷൻ ഇന്ന് കംപ്ലീറ്റ് ആകും. പിന്നെയുള്ള 5 ദിവസം ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തിങ്കൾ മുതൽ വെള്ളി വരെ കഴിഞ്ഞ LGS പരീക്ഷ ജൂലൈ 1 PSC നടത്തിയ LGS പരീക്ഷ, അതിൽ 100 ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്കുണ്ടായിരുന്നത്. ആ 100 ചോദ്യങ്ങളെ 5ആയിട്ട് ഭാഗിച്ച് 20 ചോദ്യങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളും. ഇത് നിങ്ങൾക്ക് കൂടുതൽ യൂസ്ഫുൾ ആയിരിക്കും. ഈ റിവിഷൻ പ്ലാൻ പോലെ തന്നെ നിങ്ങൾ പൂർണ്ണമായിട്ടും ശ്രദ്ധയോടെ ഇത് കണ്ടിട്ട് പോകാൻ ശ്രമിക്കുക. ആ ജൂലൈ 1 ചോദ്യങ്ങൾ, അവയുടെ ഉത്തരങ്ങൾ, അനുബന്ധ വിവരങ്ങൾ, അത് 5 വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. കാരണം ഓരോ പോർഷനിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളും പറഞ്ഞ് മുന്നോട്ട് പോകാം. ആ 5 ദിവസത്തെ ക്ലാസ് കൂടിയാകുമ്പോൾ നിങ്ങൾക്ക് 10th പ്രിലിംസ് അറ്റൻഡ് ചെയ്യാനുള്ള ധൈര്യമൊക്കെ ആകും. എനിവേ, ഇന്നത്തെ ക്ലാസ് നവോത്ഥാന നായകന്മാർ. ആദ്യം പറഞ്ഞിരിക്കുന്നത് ശ്രീനാരായണ ഗുരുവിനെ പറ്റിയാണ്. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. ഇവിടെ ഒരു ചോദ്യം ഓർമ്മിപ്പിക്കാം. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവാണ് രാജാറാം മോഹൻ റോയ്. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് ശ്രീനാരായണ ഗുരു. 1856 ഓഗസ്റ്റ് 20 തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിൽ ജനിച്ചു. അദ്ദേഹത്തിന്റെ വീട്ടുപേരാണ് വയൽവാരം. മാടനാശാനും കുട്ടിയമ്മയും മാതാപിതാക്കന്മാർ. അണിയൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികളെ കണ്ടുമുട്ടിയത്. ചട്ടമ്പി സ്വാമികൾ എന്ന് പറയുമ്പോൾ സർവവിദ്യാധിരാജ. അദ്ദേഹത്തെ തന്റെ ഗുരുവായ തൈക്കാട് അയ്യയിലേക്ക് എത്തിച്ചത് ചട്ടമ്പി സ്വാമികളാണ്. തൈക്കാട് അയ്യയിൽ നിന്ന് ശ്രീനാരായണ ഗുരു ഹഠയോഗ പാഠങ്ങൾ അഭ്യസിച്ചു. 1888 നെയ്യാറിന്റെ തീരത്ത് അരുവിപ്പുറത്ത് ശ്രീനാരായണ ഗുരു അവർണർക്ക് ആരാധന നടത്താനായി പ്രതിഷ്ഠ നടത്തി, ശിവപ്രതിഷ്ഠ നടത്തി. അരുവിപ്പുറം ശിവപ്രതിഷ്ഠ 1888. ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക് അദ്ദേഹം ഉപയോഗിച്ച ശിവലിംഗം നെയ്യാറിൽ നിന്ന് അദ്ദേഹം സ്വയം മുങ്ങിയെടുത്തതാണ്. അടുത്ത സ്ഥിര ചോദ്യമാണ്, ശ്രീനാരായണ ഗുരു ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം കളവങ്കോട് ക്ഷേത്രം. മംഗലാപുരത്തെ കുദ്രോളി ശ്രീ ഗോകർണനാഥ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തിയതും ശ്രീനാരായണ ഗുരുവാണ്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. അതുപോലെ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടിച്ച് ശക്തരാകുക തുടങ്ങിയവ ഗുരുവിന്റെ പ്രധാന വചനങ്ങളാണ്. 1913 അദ്ദേഹം ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ചു. ഓം സാഹോദര്യം സർവത്ര, ഇതാണ് അദ്വൈതാശ്രമത്തിന്റെ പ്രമാണവാക്യം. ഗുരുവിന്റെ നേതൃത്വത്തിൽ ആലുവ സർവമത സമ്മേളനം നടന്നത് 1924. ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഒരേ ഒരു വിദേശ രാജ്യം ശ്രീലങ്കയാണ്.
1918 അദ്ദേഹം ശ്രീലങ്ക സന്ദർശിച്ചു. 1928 സെപ്റ്റംബർ 20 ഗുരു ശിവഗിരിയിൽ വെച്ച് സമാധിയായി. അദ്ദേഹം തന്റെ പിൻഗാമിയായി നിർദ്ദേശിച്ചത് ബോധാനന്ദ സ്വാമികളെയാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനായ ആദ്യ യൂറോപ്യൻ ഏണസ്റ്റ് ക്രിക്ക്. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ രചന സ്ഥിരമായി ചോദിക്കുന്നതാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. അതുപോലെ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. താഴെ തന്നിരിക്കുന്നതിൽ ഗുരുവിന്റെ കൃതി അല്ലാത്തതേത്? ശിവശതകം, കുണ്ടലിനി പാട്ട്, മുനിചര്യ പഞ്ചകം, കാളിനാടകം, ദൈവദശകം, വൈരാഗ്യ ദർശനം. ഇതൊക്കെ അദ്ദേഹത്തിന്റെ കൃതികളാണ്. ബ്രഹ്മശ്രീ നാരായണ ഗുരുസ്വാമികളുടെ ജീവചരിത്രം എന്ന കൃതി രചിച്ചത് കുമാരനാശാൻ. ഗുരുവിന്റെ ദുഃഖം എന്ന കൃതി രചിച്ചത് സുകുമാർ അഴീക്കോട്. ചരിത്രത്തെ അഗാധമാക്കിയ ഗുരു എന്ന കൃതി രചിച്ചത് KP അപ്പൻ. ഗുരു എന്ന തന്നെ നോവൽ രചിച്ചത് K സുരേന്ദ്രൻ. ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതം അടിസ്ഥാനമാക്കി R സുകുമാരൻ സംവിധാനം ചെയ്ത ചിത്രമാണ് യുഗ പുരുഷൻ. ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ ഇടം പിടിച്ച ആദ്യ മലയാളി, ഇന്ത്യയുടെ നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി, G ശങ്കരക്കുറുപ്പ് രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച വ്യക്തി, കോടതികളിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്ന് തിരുവിതാംകൂർ രാജാക്കന്മാർ ഒഴിവാക്കിയിരുന്ന ഏക വ്യക്തി, ശ്രീലങ്കയുടെ തപാൽ സ്റ്റാമ്പിൽ ഇടം കണ്ടെത്തിയ ആദ്യ മലയാളി. ഇതെല്ലാം ശ്രീനാരായണ ഗുരുവിന്റെ വിശേഷങ്ങളാണ്. അടുത്തതാണ് അയ്യ വൈകുണ്ഠസ്വാമികൾ. ഇന്ത്യയിലെ ആദ്യകാല നവോത്ഥാന പ്രസ്ഥാനങ്ങളിൽ ഒന്നായ സമത്വ സമാജം സ്ഥാപിച്ചത് അയ്യ വൈകുണ്ഠസ്വാമികൾ. ശ്രീനാരായണ ഗുരുവിന്റെ നമുക്കറിയാം SNDP അഥവാ ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം. ഇതും ചേരുംപടി ചേർക്കാൻ ചോദിക്കാം. വൈകുണ്ഠസ്വാമികളുടെ സമത്വ സമാജം നാഗർകോവിലിനടുത്തുള്ള ശാസ്താംകോയിൽ വിളയിലെ സ്വാമിത്തോപ്പിലാണ് ജനനം. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠസ്വാമികളാണ്. അഖിലത്തിരുട്ട്, അരുൾനൂൽ എന്നിവ അദ്ദേഹം തന്റെ ആശയം പ്രചരിപ്പിക്കാൻ രചിച്ച ഗ്രന്ഥങ്ങളാണ്. തിരുവിതാംകൂർ രാജഭരണത്തെ നീചഭരണമെന്നും ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീചഭരണമെന്നും വിശേഷിപ്പിച്ചത് വൈകുണ്ഠസ്വാമികൾ. മൂന്നാമത്തെ നായകൻ ചട്ടമ്പി സ്വാമികൾ. തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമ്മൂലയിൽ ജനിച്ചു. 1853 ഓഗസ്റ്റ് 25. ആദ്യകാല നാമം അയ്യപ്പൻ എന്നായിരുന്നു. വിളിപ്പേര് കുഞ്ഞൻ എന്നുമായിരുന്നു. പേട്ടയിൽ രാമൻപിള്ള ആശാന്റെ വിദ്യാശാലയിൽ വിദ്യാർത്ഥിയായിരിക്കെ ക്ലാസ്സിലെ ലീഡർ അഥവാ ചട്ടമ്പി ആയി നിയോഗിക്കപ്പെട്ടു. അങ്ങനെയാണ് പിൽക്കാലത്ത് ചട്ടമ്പി സ്വാമികൾ എന്ന പേരില് അറിയാൻ ഇടയായത്. കുറച്ചു കാലം ഹജൂർ കച്ചേരിയിൽ കണക്കപ്പിള്ളയായിരുന്നു. സർവവിദ്യാധിരാജനെന്നും ബാലഭട്ടാരകനെന്നും അറിയപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവാണ് അദ്ദേഹം. കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നും അറിയപ്പെട്ടു. ചട്ടമ്പി സ്വാമികൾക്ക് വേദോപനിഷത്തുകളിലും യോഗവിദ്യയിലും സംസ്കൃത ഭാഷയിലും അറിവ് നൽകിയ പണ്ഡിത ശ്രേഷ്ഠനാണ് സുബ്ബജടാപാടികൾ. നവോത്ഥാന നായകനായ തൈക്കാട് സ്വാമികളും ചട്ടമ്പി സ്വാമികളുടെ ഗുരുവായിരുന്നു. 1892 സ്വാമി വിവേകാനന്ദൻ ചിന്മുദ്രയുടെ രഹസ്യം പ്രമാണസഹിതം ചട്ടമ്പി സ്വാമികൾ വിവരിച്ചു നൽകി. മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്നാണ് ചട്ടമ്പി സ്വാമികളെ കുറിച്ച് വിവേകാനന്ദൻ പരാമർശിച്ചത്. 1924 മെയ് 5 ചട്ടമ്പി സ്വാമികൾ കൊല്ലം ജില്ലയിലെ പന്മനയിൽ വെച്ച് സമാധിയായി. വേദങ്ങൾ ബ്രാഹ്മണരുടെ മാത്രം കുത്തകയല്ല എന്ന് പ്രതിപാദിക്കുന്ന വേദാധികാര നിരൂപണം, ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ മോക്ഷപ്രദീപം എന്ന ഗ്രന്ഥത്തിന് മറുപടിയായിട്ടുള്ള
മോക്ഷപ്രദീപ ഖണ്ഡനം, കേരളം പരശുരാമൻ ബ്രാഹ്മണർക്ക് നൽകിയ ഭൂമിയാണെന്ന വാദത്തെ ഖണ്ഡിക്കുന്ന പ്രാചീന മലയാളം, ഇവയൊക്കെയാണ് ചട്ടമ്പി സ്വാമികളുടെ പ്രസിദ്ധ കൃതികൾ. കേരളത്തിൽ നായർ സമുദായങ്ങളിൽ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് വേഗം വർദ്ധിപ്പിച്ച ചട്ടമ്പി സ്വാമികളുടെ ജനം കേരള സർക്കാർ ജീവകാരുണ്യ ദിനമായി ആചരിക്കുന്നു. അപ്പോ ചട്ടമ്പി സ്വാമികൾ അടുത്തതിന് അയ്യങ്കാളിയാണ്. 1863 ഓഗസ്റ്റ് 28 തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിലാണ് ജനനം. പ്ലാവത്തറ വീട്ടിൽ അധസ്ഥിത ജനവിഭാഗങ്ങളുടെ സാമൂഹിക ഉന്നമനത്തിനു വേണ്ടി നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകി. 1893 പൊതുനിരത്തിലൂടെ അന്നത്തെ അവർണ ജനതയെ യാത്ര ചെയ്യാൻ അനുവദിക്കാത്ത സവർണരുടെ നടപടിയെ വെല്ലുവിളിച്ചു. അദ്ദേഹം വെങ്ങാനൂരിലൂടെ വെല്ലുവണ്ടി യാത്ര നടത്തി. വെങ്ങാനൂരിൽ അദ്ദേഹം 1905 കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ചു. ഈ പാഠശാല സവർണർ തീവച്ചു നശിപ്പിച്ചു. പക്ഷെ അദ്ദേഹം മറ്റൊരു വിദ്യാശാല സ്ഥാപിച്ചു അവിടെ തന്നെ. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിന്റെ മാതൃകയിൽ 1907 സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ്. 1909 അയ്യങ്കാളിയുടെ നേതൃത്വത്തിലാണ് തിരുവിതാംകൂറിൽ ആദ്യത്തെ സംഘടിത കർഷക സമരം ആരംഭിച്ചത്. 1912 അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി. അവർണ വിഭാഗത്തിൽ നിന്ന് തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിലെത്തിയ ആദ്യ വ്യക്തി. 1912 അദ്ദേഹം ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടി. 1937 ഗാന്ധിജിയുമായിട്ടും കൂടിക്കാഴ്ച നടത്തി. അയ്യങ്കാളിയെ പുലയരാജ എന്ന് വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധിയാണ്. ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. അദ്ദേഹത്തിന് മറ്ററിയപ്പെട്ടത് അധസ്ഥിതരുടെ പടത്തലവൻ, ആളിക്കത്തിയ തീപ്പൊരി എന്നൊക്കെ അറിയപ്പെട്ടു. 1915 കല്ലുമാല സമരം അഥവാ പെരിനാട് ലഹള, ഊരൂട്ടമ്പലം ലഹള അഥവാ 90-ാം ആണ്ട് ലഹള, ഇങ്ങനെ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ അദ്ദേഹം 1941 ജൂൺ 18 അന്തരിച്ചു. തിരുവനന്തപുരത്തെ വിക്ടോറിയ ഹാൾ, VJT ഹാൾ നിലവിൽ അയ്യങ്കാളിയുടെ പേരിലാണ് നാമകരണം ചെയ്തിരിക്കുന്നത്. അടുത്ത നായകൻ മന്നത്ത് പത്മനാഭൻ. 1878 ജനുവരി 2 ചങ്ങനാശ്ശേരി താലൂക്കിലെ പെരുന്നയിലാണ് ജനിച്ചത്. 1914 അദ്ദേഹം നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ രൂപമായ നായർ ഭൃത്യ സംഘം രൂപം കൊടുത്തു. 1921 ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി. 1931 ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റായിരുന്നു. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് വൈക്കം മുതൽ തിരുവനന്തപുരം വരെ സംഘടിപ്പിച്ച സവർണ ജാഥയ്ക്ക് അദ്ദേഹം നേതൃത്വം നൽകി. കേരളത്തിന്റെ മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെട്ടു. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ മുതുകുളം പ്രസംഗം നടന്നത് 1947. ആർ ശങ്കറുമായി ചേർന്ന് ഹിന്ദു മഹാമണ്ഡലം രൂപവൽക്കരിച്ച അദ്ദേഹം 1950 ഡെമോക്രാറ്റിക് കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ചു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആദ്യ പ്രസിഡന്റായിരുന്ന അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് എന്റെ ജീവിത സ്മരണകൾ. 1959 വിമോചന സമരത്തിന് നേതൃത്വം നൽകി. ജീവശിഖ ജാഥ നയിച്ചു. പഞ്ചകല്യാണി നിരൂപണം, ഞങ്ങളുടെ FMS യാത്ര ഇവയാണ് പ്രധാന കൃതികൾ. അടുത്തത് പൊയ്കയിൽ യോഹന്നാൻ. ഇതെല്ലാം ചോദ്യങ്ങളിൽ വരുന്നതാണ്. പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂരിൽ ജനിച്ചു. 1879 ഫെബ്രുവരി 17. കുമാര ഗുരുദേവൻ, അതാണ് അദ്ദേഹത്തിന്റെ പേര്.
ഹിന്ദുവും ക്രിസ്ത്യാനിയുമല്ലാത്ത ദ്രാവിഡ ദളിതൻ എന്ന ആശയം ഉയർത്തിപ്പിടിച്ച പരിഷ്കർത്താവാണ്. അവശത അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രക്ഷോഭങ്ങൾ അടിലഹള എന്ന പേരിൽ അറിയപ്പെട്ടു. 1921-ലും 1931-ലും ശ്രീമൂലം പ്രജാസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. സർക്കാർ സമ്മതത്തോടുകൂടി തിരുവിതാംകൂറിൽ അയിത്തജാതിക്കാർക്ക് വേണ്ടി ആദ്യ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സ്ഥാപിച്ചു. 1939 ജൂൺ 29 അദ്ദേഹം അന്തരിച്ചു. അദ്ദേഹം സ്ഥാപിച്ച സംഘടനയാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ PRDS. പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂരിലായിരുന്നു ആസ്ഥാനം. അദ്ദേഹത്തിന്റെ പ്രധാന കൃതി രത്നമണികൾ. അടുത്തത് പണ്ഡിറ്റ് KP കറുപ്പൻ. 1885 മെയ് 24 എറണാകുളം ജില്ലയിലെ ചേരാനല്ലൂരിൽ ജനിച്ചു. അധ്യാപകനായി ജോലി ചെയ്തു. 1925 കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. കേരള ലിങ്കൺ എന്നറിയപ്പെട്ടു. 1935 മഹാരാജാസ് കോളേജ് അധ്യാപകനായി. അദ്ദേഹത്തെ കൊച്ചി രാജാവ് കവിതിലകൻ പട്ടം നൽകി ആദരിച്ചു. കവിതിലകൻ ആരാണെന്ന് ചോദിക്കാം. കേരളവർമ്മ വലിയകോയി തമ്പുരാൻ വിദ്വാൻ ബഹുമതി നൽകി. ഇടക്കൊച്ചിയിൽ ജ്ഞാനോദയം സഭ, തേവരയിൽ ബാലസമുദായ പരിഷ്കാരിണി സഭ, കൊടുങ്ങല്ലൂരിലെ ആനാപ്പുഴയിൽ കല്യാണദായിനി സഭ, വടക്കൻ പറവൂരിൽ പ്രബോധ ചന്ദ്രോദയ സഭ, എങ്കണ്ടിയൂരിൽ അരയവംശോദ്ധാരണി സഭ, കുമ്പളത്ത് സന്മാർഗ പ്രദീപ സഭ, ഇവയൊക്കെ അദ്ദേഹം രൂപീകരിച്ചതാണ്. 1938 മാർച്ച് 23 പണ്ഡിറ്റ് കറുപ്പൻ അന്തരിച്ചു. ജാതി വ്യവസ്ഥയെ വിമർശിച്ചെഴുതിയ ജാതി കുമ്മി, കൊച്ചി രാജാവ് സംഘടിപ്പിച്ച ഉദ്യാന വിരുന്നിൽ അവഗണിക്കപ്പെട്ടതിൽ മനംതൊന്ന് രചിച്ച ഉദ്യാന വിരുന്ന്, ചട്ടമ്പി സ്വാമി സമാധിയായ വേളയിൽ എഴുതിയ സമാധി സപ്താഹം, കൊച്ചി രാജാവിന്റെ ഷഷ്ടിപൂർത്തിയോടനുബന്ധിച്ച് രചിച്ച ബാലകലേശം തുടങ്ങിയവയാണ് പ്രധാന കൃതികൾ. എഡ്വേർഡ് വിജയം സംഗീത നാടകം, ശാകുന്തളം വഞ്ചിപ്പാട്ട്, കാളിയമർദ്ദനം തുള്ളൽ, രാജരാജപർവം വിലാപഗീതം, ലങ്കാമർദ്ദനം നൈഷധം തുടങ്ങി നിരവധി കൃതികൾ അദ്ദേഹത്തിന്റെ പേരിലുണ്ട്. ഇനിയും വി.ടി. ഭട്ടതിരിപ്പാട്. 1896 മാർച്ച് 26 പൊന്നാനി താലൂക്കിലെ മേഴത്തൂർ വെള്ളിത്തിരുത്തി മനയിൽ ജനിച്ചു. വെള്ളിത്തിരുത്തി താഴത്തുമനയിൽ രാമൻ ഭട്ടതിരിപ്പാട്, അതാണ് വി.ടി. ഭട്ടതിരിപ്പാട്. അദ്ദേഹം അക്ഷരാഭ്യാസം നേടിയ ശേഷം ആദ്യം വായിച്ച വാക്കായിരുന്നു മാന്മാർക്ക് കുട. 1919 അദ്ദേഹം ഉൾപ്പെടുന്ന യുവാക്കളുടെ നേതൃത്വത്തിൽ നമ്പൂതിരി യുവജന സംഘം രൂപം കൊണ്ടു. 1921 INC അഹമ്മദാബാദ് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയി എന്ന കാരണത്താൽ അദ്ദേഹത്തിന് സമുദായം ഭ്രഷ്ട് കൽപ്പിച്ചു. ദരിദ്ര വിദ്യാർത്ഥികൾക്ക് പഠന സഹായം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ കാസർഗോഡ് ചന്ദ്രഗുരിപ്പുഴ വരെ അദ്ദേഹം യാചനായാത്ര സംഘടിപ്പിച്ചു. 1971 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം കണ്ണീരും കിനാവും, അതാണ് വി.ടിയുടെ ആത്മകഥ. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, സത്യം എന്നതിവിടെ മനുഷ്യനാകുന്നു, കർമ്മവിഭാഗം, വെടിവെട്ടം, വിശക്കാത്ത ദൈവം, വിശക്കുന്ന മനുഷ്യൻ തുടങ്ങിയവ അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ്. 1982 ഫെബ്രുവരി 12 അദ്ദേഹം അന്തരിച്ചു. ഇനി തൈക്കാടയ്യ. ഗുരുവിന്റെ ഗുരു എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നവോത്ഥാന നായകൻ. ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, അയ്യങ്കാളി തുടങ്ങിയവർ അദ്ദേഹത്തിന്റെ ശിഷ്യഗണത്തിൽപ്പെടുന്നു. തൈക്കാട് അയ്യയുടെ ശിഷ്യനായി തീർന്ന തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ. അടുത്തത് വക്ഫടാനന്ദൻ. 1885 കണ്ണൂർ ജില്ലയിലെ പാട്യം ഗ്രാമത്തിൽ ജനിച്ചു.
വയലേരി കുഞ്ഞിക്കണ്ണൻ അതായിരുന്നു ആദ്യകാല നാമം. അദ്ദേഹത്തിന്റെ പ്രസംഗ ചാതുരി കണ്ടിട്ട് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് വാഗ്ഭടാനന്ദൻ എന്ന് വിളിച്ചത്. 1921 അഭിനവ കേരളം എന്ന മാസിക അച്ചടിച്ചിറക്കി. ഉണരുവിൻ, അഖിലേശനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോട് എതിർപ്പിൻ. ഇതായിരുന്നു അഭിനവ കേരളത്തിന്റെ ആപ്തവാക്യം. 1917 വാഗ്ഭടാനന്ദൻ രൂപീകരിച്ചതാണ് ആത്മവിദ്യാ സംഘം. ഇനി ബ്രഹ്മാനന്ദ ശിവയോഗി. മനസ്സാണ് ദൈവമെന്ന് പ്രഖ്യാപിച്ച സാമൂഹിക പരിഷ്കർത്താവ്. ആനന്ദമതത്തിന്റെയും ആനന്ദ മഹാസഭയുടെയും സ്ഥാപകൻ. 1852 ഓഗസ്റ്റ് 26 പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട്ട് ജനിച്ചു. കാരാട്ട് ഗോവിന്ദമേനോൻ എന്നായിരുന്നു ആദ്യനാമം. വക്കം അബ്ദുൽ ഖാദർ മൗലവി കേരളത്തിലെ മുസ്ലിം നവോത്ഥാനത്തിന് തുടക്കമിട്ട വ്യക്തി. 1905 അഞ്ചുതെങ്ങിൽ പ്രസ് സ്ഥാപിച്ച് സ്വദേശാഭിമാനി പത്രത്തിന് തുടക്കമിട്ടു. CP ഗോവിന്ദപിള്ളയായിരുന്നു പത്രത്തിന്റെ ആദ്യ പത്രാധിപർ. പിന്നീട് K രാമകൃഷ്ണപിള്ള സ്വദേശാഭിമാനിയുടെ പത്രാധിപരായി ചുമതലയേറ്റു. അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ, ചിറയൻകീഴ് താലൂക്ക് മുസ്ലിം സംഘം, ഐക്യ മുസ്ലിം സംഘം എന്നിവ സ്ഥാപിച്ചു. ഡോക്ടർ പൽപ്പു ഈഴവ സമുദായത്തിന്റെയും മറ്റ് പിന്നോക്ക വിഭാഗങ്ങളുടെയും ഉന്നതിക്ക് വേണ്ടി പോരാടിയ നേതാവ്. തിരുവിതാംകൂട്ടെ തീയൻ എന്നറിയപ്പെട്ടത് പൽപ്പുവാണ്. ട്രീറ്റ്മെന്റ് ഓഫ് തിയാസ് ഇൻ ട്രാവൻകൂർ അദ്ദേഹത്തിന്റെ പ്രധാന കൃതി. 1896 ഇത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള ചോദ്യമാണ്. തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കപ്പെട്ട ഈഴവ മെമ്മോറിയലിന്റെ മുഖ്യ ശില്പിയാണ് ഡോക്ടർ പൽപ്പു. ഈ ഭീമ ഹർജി 13,176 പേരാണ് ഒപ്പുവെച്ചത്. ഇനി പഠിക്കേണ്ടത് ചില സംഘടനകളും ചില സത്യാഗ്രഹങ്ങളും. 1903 മെയ് 15 ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം രജിസ്റ്റർ ചെയ്തു. ശ്രീനാരായണ ഗുരു ആദ്യത്തെ അധ്യക്ഷൻ, കുമാരനാശാൻ ആദ്യ സെക്രട്ടറി. അരുവിപ്പുറത്ത് ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച വാവൂട്ട് യോഗം SNDP യോഗത്തിന്റെ മുൻഗാമിയായി അറിയപ്പെട്ടു. ആസ്ഥാനം കൊല്ലത്താണ്. SNDPയുടെ മുഖപത്രമായി വിവേകോദയം ആരംഭിച്ചു. കുമാരനാശാനായിരുന്നു ആദ്യ പത്രാധിപർ. ഇപ്പോഴത്തെ മുഖപത്രമാണ് യോഗനാഥം. അടുത്തത് നായർ സമുദായത്തിന്റെ ഉന്നമനം ലക്ഷ്യമിട്ട് 1914 ഒക്ടോബർ 31 ചങ്ങനാശ്ശേരിയിലെ പെരുന്നയിൽ നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ രൂപമായ നായർ ഭൃത്യജന സംഘം രൂപീകരിച്ചു. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിലാണ് സ്ഥാപിച്ചത്. നായർ ഭൃത്യജന സംഘം എന്ന പേര് നിർദ്ദേശിച്ചത് കപ്പണ കണ്ണൻമേനോനായിരുന്നു. NSSന്റെ ആദ്യ സെക്രട്ടറി ആദ്യ അധ്യക്ഷൻ കെ എളപ്പനും ആദ്യ സെക്രട്ടറി മന്നത്ത് പത്മനാഭനുമായിരുന്നു. 1915 ജൂലൈ 11 മുതൽ നായർ ഭൃത്യജന സംഘം നായർ സർവീസ് സൊസൈറ്റിയായി മാറി. ആ പേര് നിർദ്ദേശിച്ചത് K പരമു പിള്ളയാണ്. NSSന്റെ മുഖപത്രം സർവീസ്. പ്രസിദ്ധീകരണം ആരംഭിച്ചത് 1919. ആസ്ഥാനം ചങ്ങനാശ്ശേരിയിലെ പെരുന്ന. അടുത്തത് സാധുജന പരിപാലന സംഘം. 1907 അയ്യങ്കാളി സ്ഥാപിച്ചു. മുഖപത്രം സാധുജന പരിപാലിനി. ഇതിന്റെ ആദ്യ പത്രാധിപർ ചെമ്പന്തറ കാളിച്ചോതിക്കറുപ്പനായിരുന്നു. കേരളത്തിന്റെ ആദ്യത്തെ സാമൂഹിക സംഘടനയായി പരിഗണിക്കുന്നത് സമത്വ സമാജത്തെയാണ്. 1836 അയ്യ വൈകുണ്ഠസ്വാമികളാണ് സ്ഥാപകൻ. നമ്പൂതിരി സമുദായത്തിന്റെ ഉന്നമനം ലക്ഷ്യമിട്ട് 1908 വന്നതാണ് യോഗക്ഷേമ സഭ. 1911 യോഗക്ഷേമം മാസികയും
1920 ഉണ്ണി നമ്പൂതിരി മാസികയും ആരംഭിച്ചു. ഇനി ചില പ്രധാന സമരങ്ങൾ കൂടി പറഞ്ഞ് നമുക്ക് ഈ ക്ലാസ് നിർത്താം. ഈ ക്ലാസ്സിൽ നിന്ന് ഉറപ്പായിട്ടും നിങ്ങൾക്ക് കേരള നവോത്ഥാനത്തിന്റെ 10ൽ 8 മാർക്കും ലഭിക്കും. അയിത്ത ആചാരത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത സത്യാഗ്രഹമാണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴിയിലൂടെ അവർണ ഹിന്ദുക്കൾക്ക് കൂടി പ്രവേശനം അനുവദിക്കണം. ഇത് പറഞ്ഞുകൊണ്ട് 1924 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത്. പുലയ, ഈഴവ, നായർ സമുദായത്തിൽപ്പെട്ട കുഞ്ഞാപ്പി, ബാഹുലയൻ, ഗോവിന്ദപ്പണിക്കർ ഇവരായിരുന്നു ആദ്യ ദിവസത്തെ സത്യാഗ്രഹികൾ. സത്യാഗ്രഹം തുടങ്ങുന്ന സമയത്ത് ശ്രീമൂലം തിരുനാളായിരുന്നു തിരുവിതാംകൂർ രാജാവ്. വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ച് വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മന്നത്ത് പത്മനാഭൻ സവർണ ജാഥ നടത്തി. നാഗർകോവിലിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ജാഥ നയിച്ചത് M.E. നായിഡു. തുടർന്ന് വൈക്കം ക്ഷേത്രത്തിനോട് ചേർന്നുള്ള റോഡുകൾ എല്ലാവർക്കുമായി തുറന്നു കൊടുക്കപ്പെട്ടു. 1925 സെപ്റ്റംബർ 23 603 ദിവസം, ഏകദേശം 2 വർഷം നീണ്ടുനിന്ന സമരം സമാപിച്ചത്. T.K. മാധവൻ, K. കേളപ്പൻ, മന്നത്ത് പത്മനാഭൻ, കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്, E.V. രാമസ്വാമി നായ്ക്കർ, C.V. കുഞ്ഞിരാമൻ തുടങ്ങിയവർ മുന്നണി പോരാളികളാണ്. വൈക്കം ഹീറോ, വൈക്കം വീരർ എന്നിങ്ങനെ അറിയപ്പെട്ടത് E.V. രാമസ്വാമി നായ്ക്കറാണ്. ചാന്നാർ സ്ത്രീകൾക്കും മറ്റു സ്ത്രീകളെ പോലെ വസ്ത്രധാരണം ചെയ്യാനുള്ള അവകാശത്തിനു വേണ്ടി നടത്തിയ സമരമാണ് ചാന്നാർ ലഹള അഥവാ മേൽമുണ്ട് സമരം. ലഹളയുടെ ഫലമായി 1859 ജൂലൈ 26 മുതൽ ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കുന്നതിലുള്ള നിയന്ത്രണം ഉത്രം തിരുനാൾ മഹാരാജാവ് നീക്കം ചെയ്തു. ഈഴവരാണ് നെയ്യുന്നതെങ്കിലും അച്ചിപ്പുടവ എന്ന ഉയർന്ന നിലവാരത്തിലുള്ള വസ്ത്രം ധരിക്കാൻ അവർക്ക് അനുവാദമുണ്ടായിരുന്നില്ല. ഇതിനെതിരെ ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ നേതൃത്വത്തിൽ നടന്നതാണ് അച്ചിപ്പുടവ സമരം 1858. സവർണ സ്ത്രീകൾക്ക് സ്വർണാഭരണങ്ങൾ ധരിക്കാൻ അവകാശമില്ലാതിരുന്ന കാലത്ത് പന്തളം ചന്തയിൽ പൊന്നിൻ മുക്കുത്തി അണിഞ്ഞെത്തിയ അവർണ യുവതിയുടെ മൂക്കുത്തി സവർണ പ്രമാണിമാർ പറിച്ചെറിഞ്ഞു. ആറാട്ടുപുഴ വേലായുധപ്പണിക്കർ പിറ്റേന്ന് പൊന്നിൻ മൂക്കുത്തി വാങ്ങിക്കൊടുത്ത് അവർണ സ്ത്രീകളെ കൊണ്ട് അണിയിപ്പിച്ച് നടത്തിയതാണ് മൂക്കുത്തി സമരം. തിരുവിതാംകൂർ പൊതുവഴിയിലൂടെ പ്രമാണിമാർ ഉപയോഗിച്ചിരുന്ന വില്ലുവണ്ടിയിൽ 1893 വെങ്ങാനൂർ മുതൽ കവടിയാർ വരെ അയ്യങ്കാളി നടത്തിയ വിപ്ലവകരമായ യാത്രയാണ് വില്ലുവണ്ടി സമരം. താഴ്ന്ന ജാതിക്കാർക്ക് പൊതുനിരത്തിൽ സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് തിരുവിതാംകൂർ രാജാവ് പുറപ്പെടുവിക്കുന്നതിലേക്ക് ഈ യാത്ര നയിച്ചു. നെടുമങ്ങാട് ചന്തയിൽ താഴ്ന്ന ജാതിക്കാർക്ക് പ്രവേശനമില്ലായിരുന്നു. ചന്തയ്ക്ക് പുറത്ത് കച്ചവടം നടത്തണമെന്ന് നിർദ്ദേശിക്കും. അതുമാത്രമല്ല, അന്യായ പിരിവും നടന്നു. ഇതിനെതിരെ അയ്യങ്കാളി നയിച്ച സമരമാണ് ചന്തലഹള. ദളിത് വിഭാഗത്തിലെ കുട്ടികൾക്ക് സ്കൂളുകളിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ടതിനെതിരെയുള്ള പോരാട്ടമായിരുന്നു അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്ന 90-ാം ആണ്ട് ലഹള. ദളിത് കുട്ടികളെ സ്കൂളിൽ പഠിപ്പിച്ചില്ലെങ്കിൽ പാടങ്ങളിൽ മുട്ടിപ്പുല്ല് മുളപ്പിക്കും. അത് അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പായിരുന്നു. ഊരൂട്ടമ്പലത്ത് അവർണ സമുദായത്തിലെ കുട്ടികളെ സ്കൂളിൽ പ്രവേശിക്കാൻ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടത്തിയ ശ്രമത്തെ സവർണർ തടഞ്ഞു. സ്കൂളിന് തീയിട്ടു. ഇതിനെ തുടർന്നുണ്ടായ സംഘർഷങ്ങളാണ് 90-ാം ആണ്ട് ലഹള. വൈക്കം സത്യാഗ്രഹം പോലെ പ്രധാനപ്പെട്ട ഒന്നാണ് ഗുരുവായൂർ സത്യാഗ്രഹം. എല്ലാ ഹിന്ദുക്കൾക്കും ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശനം ലഭ്യമാക്കാൻ 1931 നവംബർ 1 കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചതാണ് ഗുരുവായൂർ സത്യാഗ്രഹം.
കെ കേളപ്പനായിരുന്നു സത്യാഗ്രഹം നയിച്ചത്. സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ AK ഗോപാലൻ, സത്യാഗ്രഹ കമ്മിറ്റി പ്രസിഡന്റ് മന്നത്ത് പത്മനാഭൻ. ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പൊന്നാനി താലൂക്കിലെ ഹിതപരിശോധന നടന്നു. 77% പേരും ക്ഷേത്രപ്രവേശനത്തിന് അനുകൂലമായി വോട്ട് ചെയ്തു. 1947 ജൂൺ 2 ഗുരുവായൂർ ക്ഷേത്ര കവാടം എല്ലാ ഹിന്ദുക്കൾക്കുമായി തുറന്നുകൊടുത്തു. ഇത്രയുമാണ് ശരിക്കും നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അതുപോലെ ഒന്നാണ് ക്ഷേത്രപ്രവേശന വിളംബരം. തിരുവിതാംകൂറിലെ അവർണർക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാനും ആരാധന നടത്താനും അനുവാദം നൽകി 1936 നവംബർ 12 ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ പുറപ്പെടുവിച്ച ചരിത്ര പ്രസിദ്ധമായ ഉത്തരവ് ക്ഷേത്രപ്രവേശന വിളംബരം. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്നാണ് ഗാന്ധിജി ഈ വിളംബരത്തെ വിശേഷിപ്പിച്ചത്. ഈ വിളംബരം എഴുതി തയ്യാറാക്കിയത് മഹാകവി ഉള്ളൂർ എസ് പരമേശ്വരയ്യരായിരുന്നു. അതുപോലെ പാലിയം സത്യാഗ്രഹം, പാലിയം ക്ഷേത്രത്തിനു മുന്നിലെ വഴികളിൽ അയിത്തജാതിക്കാർക്കുള്ള സഞ്ചാര സ്വാതന്ത്ര്യം, അതിന് സ്വീകരിച്ച ബഹുജന പ്രക്ഷേപമാണ് പാലിയം സമരം. 1947-48 കാലഘട്ടം. സമരത്തിലെ രക്തസാക്ഷിയായിരുന്നു AG വേലായുധൻ. അപ്പോ കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് ഇതിൽ കൂടുതലൊന്നും നമ്മുടെ ചോദ്യപേപ്പറിൽ ഉണ്ടാവില്ല. ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെ പ്രസ്താവനകളായി ചോദിക്കാം, ചേരുംപടി ചേർക്കാൻ ചോദിക്കാം, കൃതികൾ ചോദിക്കാം, നവോത്ഥാന നായകന്മാരെ കുറിച്ചും പ്രധാനപ്പെട്ട സമരങ്ങളെ കുറിച്ചും ചോദിക്കാം. എനിവേ, വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടവര് വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായം രേഖപ്പെടുത്തണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.